വടക്കൻ മലബാറിലെ രാത്രികൾ ഒരു കാലത്ത് ശാന്തമായിരുന്നു. എന്നാൽ 1985 മധ്യത്തോടെ ആ ശാന്തത തകർന്നു തുടങ്ങി. നീലേശ്വരത്തിനടുത്ത് കരിന്തളം എന്ന ഗ്രാമത്തിൽ ജനിച്ച മുതുകുട്ടി ചന്ദ്രൻ കൗമാരത്തിൽ തന്നെ കർണാടകയിലേക്ക് നാടുവിട്ടിരുന്നു. അവിടെ തിമ്മയുടെ കൂടെ കൂടി കവർച്ചയും മോഷണവുമായി കഴിഞ്ഞ അവൻ 1985 സെപ്റ്റംബർ വരെ വെറുമൊരു കള്ളൻ മാത്രമായിരുന്നു. ആ ഇരുണ്ട വഴിത്തിരിവ് സംഭവിക്കുന്നത് 1985 സെപ്റ്റംബർ 10-നാണ്. കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാട് കൈന്താറിലെ ഒരു വീട്ടിലേക്ക് അവൻ ഇരുളിന്റെ മറവിൽ നുഴഞ്ഞു കയറി. വീട്ടിലെത്തിയ ശേഷം ഉറങ്ങിക്കിടന്നിരുന്ന രമണി എന്ന സ്ത്രീയെ കണ്ട നിമിഷം അവന്റെ ലക്ഷ്യം മാറി. മോഷണത്തിന് വേണ്ടിയാണ് വന്നതെങ്കിലും രമണി ഉണർന്നാൽ പ്രശ്നമാകും എന്ന് തോന്നിയതോടെ കയ്യിലുണ്ടായിരുന്ന ഭാരമേറിയ ചുറ്റിക പോലുള്ള ആയുധം കൊണ്ട് അവൻ അവരുടെ തലയ്ക്ക് അതിശക്തമായൊരൊറ്റയടി നൽകി. ചുറ്റികയുടെ ആഘാതത്തിൽ തലയോട്ടി തകർന്നു. രമണി ബോധരഹിതയായി. മോഷണം പൂർത്തിയാക്കി ചന്ദ്രൻ ഇരുട്ടിലേക്ക് മറഞ്ഞപ്പോൾ ഒരു സാധാരണ കള്ളൻ ക്രൂരനായൊരു റിപ്പറായി മാറുകയായിരുന്നു. കൃത്യം ഒരു മാസത്തിനു ശേഷം ഒക്ടോബർ 10-ന് ചന്ദ്രന്റെ ക്രൂരത അതിന്റെ പാരമ്യത്തിലെത്തി. കാസർഗോട്ടെ ധനാഢ്യനായ നരസപ്പയ്യ ഹാൻഡയുടെ വീടായിരുന്നു ലക്ഷ്യം. വീടിനുള്ളിൽ കിടന്ന ചന്ദ്രൻ ഉറങ്ങിക്കിടന്ന ഹാൻഡയുടെ തലയ്ക്ക് തൂമ്പാക്കോൽ പോലുള്ള ആയുധം കൊണ്ട് ആഞ്ഞു വീശി. ഒരു ശബ്ദം പോലും ഉണ്ടാക്കാൻ കഴിയാതെ ഹാൻഡെ തൽക്ഷണം മരിച്ചു. അടുത്ത മുറിയിൽ കിടന്നിരുന്ന സഹായി വിശ്വനാഥനെയും അവൻ അതേ നിഷ്ഠുരതയോടെ തലക്കടിച്ച് കൊലപ്പെടുത്തി. മരണം ഉറപ്പുവരുത്തിയ ശേഷം മുറിയിലുണ്ടായിരുന്ന ഇന്ദിര എന്ന സ്ത്രീയെയും ആക്രമിച്ച ശേഷം ആഭരണങ്ങളും പണവും കവർന്ന് അവൻ അപ്രത്യക്ഷനായി. ഇന്ദിര മരണത്തെ അതിജീവിച്ചെങ്കിലും ഈ ഇരട്ടക്കൊലപാതകം കേരളത്തെ ഭീതിയിലാഴ്ത്തി. തുടർന്നുള്ള മാസങ്ങളിൽ വടക്കൻ മലബാറിലെ ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു. ഹൈവേയോടും റെയിൽവേ പാതയോടും ചേർന്ന അടച്ചുറപ്പില്ലാത്ത വീടുകൾ അവന്റെ ചുറ്റിക വീഴുന്ന അടുത്ത ഇരയെ കാത്തുനിന്നു. അന്വേഷണത്തിനിറങ്ങുന്ന പോലീസുകാർ പോലും ഭയപ്പെട്ട് തങ്ങളുടെ ഭാര്യയെയും മക്കളെയും കൂടെ കൂട്ടി. അങ്ങനെ ഏകദേശം 14 പേരെ കൊലപ്പെടുത്തിയ ശേഷം 1986 ഫെബ്രുവരി 11-ന് കണ്ണൂരിലെ പറശ്ശിനി കടവിൽ നടന്ന ആക്രമണമായിരുന്നു അവന്റെ അവസാനത്തെ കുറ്റകൃത്യം. പിന്നീടാണ് പോലീസിന് ആ നിർണായക വഴിത്തിരിവ് ലഭിക്കുന്നത്. കേസ് അന്വേഷണത്തിനിടെ ലഭിച്ച വിരലടയാളം സാധാരണ ക്രിമിനൽ രേഖകളുമായി ഒത്തുനോക്കിയിട്ടും ഫലമുണ്ടായില്ല. അപ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ പതിവ് റെക്കോർഡുകളിലേക്ക് തിരിഞ്ഞത്. തളിപ്പറമ്പിൽ പോലീസ് സംശയത്തിന്റെ പേരിൽ ഒരു ബസ്സിലെ യാത്രക്കാരുടെ വിവരങ്ങളും വിരലടയാളങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. ആ പരിശോധനാ ലിസ്റ്റിലെ ഒരടയാളം കൊലപാതക സ്ഥലത്തു നിന്നും ലഭിച്ച വിരലടയാളവുമായി അത്ഭുതകരമായി പൊരുത്തപ്പെട്ടു. ആ അടയാളം മുതുകുറ്റി ചന്ദ്രന്റേതായിരുന്നു. നിമിഷനേരം കൊണ്ട് പോലീസിന്റെ മനസ്സിൽ ഒരു തീപ്പൊരി മിന്നി. തങ്ങളുടെ കൈകളിൽ നിന്ന് ഒരു നിസ്സാരക്കാരനെ പോലെ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു നിമിഷം പോലും കളയാനില്ലെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ചന്ദ്രനെ കണ്ടെത്താൻ കർണാടകയിലേക്ക് കുതിച്ചു. നീണ്ട അന്വേഷണത്തിനൊടുവിൽ 1986 ഫെബ്രുവരി 27-ന് കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ വെച്ച് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. വർഷങ്ങൾ നീണ്ട നിയമ നടപടികൾക്കൊടുവിൽ കോടതി അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അവന്റെ ചെയ്തികൾ അപൂർവങ്ങളിൽ അപൂർവം എന്ന് രേഖപ്പെടുത്തി. രാഷ്ട്രപതിയുടെ ദയാഹർജി തള്ളിയ ശേഷം ആ അന്ത്യനിമിഷം കുറിക്കപ്പെട്ടു. 1991 ജൂലൈ 6-ന് പുലർച്ചെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ചു. ആരാച്ചറില്ലാത്തതിനാൽ ജയിൽ സൂപ്രണ്ട് NP കരുണാകരൻ ആ ദൗത്യം ഏറ്റെടുത്തു. കഴുമരത്തിലേക്ക് നടക്കുന്നതിന് മുമ്പ് അവസാനമായി ഒരു ഗ്ലാസ് ചായ കുടിക്കണമെന്ന് അവൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് സാധിച്ചു. ശാന്തമായ മുഖത്തോടെ അവൻ കഴുമരത്തിലേക്ക് നടന്നു. സൂപ്രണ്ട് തൂക്കിലേറ്റാൻ തയ്യാറായപ്പോൾ റിപ്പർ ചന്ദ്രൻ ശാന്തമായി പറഞ്ഞു, "ഞാൻ തയ്യാറാണ് സാർ." ആ നിമിഷത്തോടെ കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ ആ കൊടും കുറ്റവാളിയുടെ കഥയ്ക്ക് തിരശീല വീണു.